ഹായ് അൽഹംദുലില്ല എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ചാനലിൽ ആരെയും കുറ്റം പറയില്ല എന്ന് പറയുന്ന വളരെ ചെറുപ്പക്കാരിയായ കല്യാണരമണിയെക്കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഈ ഒരു കാര്യം പ്രത്യേകമായി പറയാൻ ആഗ്രഹം ഉണ്ട്. ആയിഷ നേഹ എന്ന് പറയുന്ന എൻ്റെ ചാനൽ ഫേക്ക് ID ആണ് എന്നാണ് കല്യാണരമണിയുടെ പുതിയ കണ്ടെത്തൽ. ഇതാരാ പറയുന്നത്? ഒരു ഫേക്ക് ID ആയ സൂഫി സഫർ എന്ന പറയുന്ന ചാനലിൻ്റെ ഉടമയും അയാളുടെ ഫാമിലിയും എൻ്റെ സുഹൃത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ചാനലിലൂടെ അയാളുടെ ഫാമിലിയുമായും അയാളുമായും എനിക്ക് സൗഹൃദ ബന്ധമുണ്ട് എന്ന് ഉൾക്രോഷിച്ച് നടക്കുന്ന സ്ത്രീയാണ് ഇവർ എന്ന കാര്യം മറക്കരുത്. ആ ഒരു ഫേക്ക് IDയിലൂടെ ആ ആള് സ്ത്രീകളായ യൂട്യൂബേഴ്സിനെ കോണ്ടാക്ട് ചെയ്യുന്നതിനായി നമ്പറുകൾ പലരിലായി കൊടുത്തുകൊണ്ട് അവരെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നതും ഈ സ്ത്രീയുടെ അറിവോട് കൂടെ ആണ് എന്ന കാര്യം ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. അത് മാത്രമല്ല, ഈ ഒരു ഫേക്ക് ID ആയ ഇയാളുടെ ഒരു തരത്തിലുള്ള ബയോഡാറ്റകളും ഒരിടത്ത് നിന്ന് തപ്പിയെടുക്കാൻ ആർക്കും സാധിക്കുന്നില്ല. എന്നിട്ടും ഇയാളെ മതപ്രഭാഷകനായും മതപരമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ആളായിട്ടും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെടുന്ന വൃത്തികെട്ട സ്ത്രീയാണ് ഈ പറയുന്നത് എന്നോർക്കണം. ആയിഷ നേഹ എന്ന ഞാനും ആയിഷ നേഹ എന്ന എൻ്റെ ചാനലും ഫേക്ക് ID ആണ് എന്ന് ഈ വൃത്തികെട്ട സ്ത്രീയുടെ കണ്ടെത്തൽ. ഒരു കൊച്ചുകുട്ടിയുടെ രൂപവും കിളവിയുടെ സൗണ്ടും ഉള്ളത് എന്നാണ് ഈ തള്ള പറയുന്നത്. ആണെങ്കിൽ തന്നെ എന്താണ് പ്രശ്നം? കല്യാണരമണിക്കും ടീമിനും എന്താണ് പ്രശ്നം? ഞാൻ കിളവി ആയിക്കോട്ടെ, ചെറുപ്പക്കാരി ആയിക്കോട്ടെ, പക്ഷെ ഞാൻ ഈ ചാനലിൽ വന്നത് കല്യാണം കഴിക്കാൻ ഒരാളെ തിരക്കിയോ തൻ്റെ കുട്ടികൾക്ക് ചിലവിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ബാധിതപ്പെട്ടവരി സമൂഹത്തിലെ മറ്റുള്ളവരുടെ ഭർത്താക്കന്മാരാണ്, മറ്റുള്ള കുട്ടികളുടെ ഉപ്പമാരാണ് എന്ന് പറയാൻ അല്ലല്ലോ വന്നത്. ഇതുപോലെ പറഞ്ഞുകൊണ്ട് ആളുകളെ സുമനസ്സുകളെ പറ്റിക്കുന്ന ഒരു സ്ത്രീയുടെ പൊയ്മുഖം വലിച്ചു കീറാൻ വേണ്ടിയിട്ടാണല്ലോ ഞാൻ വന്നത്. പിന്നെ കല്യാണരമണിയെയും പുട്ടിത്താത്തയെയും മാത്രം എടുത്ത് ട്രോൾ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നീയും പുട്ടിത്താത്തയും കൂടി എന്ത് പണിയാ കാണിച്ചത്? നാട്ടുകാരെ പറ്റിച്ചു. എന്ത് പറഞ്ഞു പറ്റിച്ചു? എനിക്ക് 25,000 രൂപ അടക്കാൻ കഴിവില്ല, വീട് ജപ്തിയിലാണ്. ശരിക്കും അങ്ങനെ ഒരു ജപ്തി ഉണ്ടായിരുന്നോ? ശരിക്കും അങ്ങനെ ഒരു അടക്കാൻ കഴിവില്ലായ്മ ഉണ്ടായിരുന്നോ നിനക്ക് പുട്ടിത്താത്തെ? ഇല്ലല്ലോ. അതറിഞ്ഞപ്പോൾ തിരിച്ചു പറഞ്ഞത്. അതുപോലെ കല്യാണരമണി എന്ത് പണിയാ കാണിച്ചത്? നിനക്ക് ഉമ്മയും ബാപ്പയും ഇല്ലേ? നിനക്ക് കുടുംബക്കാർ ഇല്ലായിരുന്നോ? നീ ഇപ്പോൾ പറയുന്നുണ്ടല്ലോ നിന്റെ വീട് പണിതതും നിന്റെ കുടുംബക്കാരാണ്. വീട് പണിതത് ഉമ്മയുടെയും ബാപ്പയുടെയും ആൾക്കാരാണ്, ഉമ്മയും ബാപ്പയുമാണ്. അങ്ങനെ ആണെങ്കിൽ നീ എന്തിന് നിന്റെ ഗൂഗിൾ പേ നമ്പർ വെച്ച് 12ഓളം വീഡിയോ ചെയ്തു? എനിക്ക് വല്ലതും തായോ, എനിക്ക് വല്ലതും തായോ, എനിക്ക് വല്ലതും തായോ എന്ന് പറഞ്ഞുകൊണ്ട് പൊതുമീഡിയയിൽ വന്ന് ഇരന്നപ്പോൾ നിനക്ക് ഒന്നും കിട്ടില്ലായിരുന്നില്ലേ? അപ്പോൾ അത് ഞങ്ങൾ വിളിച്ചു പറഞ്ഞത് അതിലെ തെറ്റ് ചൂണ്ടിക്കാണിച്ചു എന്ന് വെച്ച് നിന്നെ ട്രോൾ എന്ന് പറയല്ലേ. ട്രോൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാകും. ട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ സിനിമാ നടന്മാരുടെയും നടിമാരുടെയും കോമഡി വെച്ച് ചെയ്യുന്നതാണ് ട്രോൾ. നിന്നെ അങ്ങനെ ചെയ്യാൻ പോലും പറ്റില്ല അപ്പി. നിന്നെ ട്രോൾ അല്ല ചെയ്തത്, നീയും ജപ്തി താത്തയും ഈ സമൂഹത്തോട് ചെയ്ത ചതി ഞങ്ങൾ നല്ല പച്ചയ്ക്ക് വ്യക്തമായിട്ട് തെളിവുകളോടെ വലിച്ചു കീറി. അതിനെ ട്രോൾ എന്ന് പറഞ്ഞ് വലിയ സംഭവമായി എടുക്കല്ലേ പൊന്നാ. സാധാരണ ട്രോൾ എന്ന് പറഞ്ഞാൽ സിനിമാ നടന്മാരുടെയും നടിമാരുടെയും കോമഡി ഭാഗങ്ങൾ വെച്ച് ചെയ്യുന്നതാണ് ട്രോൾ. നീ ഫുള്ള് കോമഡി ആണല്ലോ, നിന്നെ പ്രത്യേകമായി ട്രോൾ ചെയ്യേണ്ട വല്ല ആവശ്യമില്ലല്ലോ. നീ ഫുള്ള് ഉടായ്പ കോമഡിയാണ് തള്ളേ. ആയിഷ നേഹ എന്ന ID ഇൻസ്റ്റഗ്രാമിൽ ചെക്ക് ചെയ്തപ്പോൾ കൊച്ചി, കോഴിക്കോട്, എറണാകുളം, കായംകുളം, കാസർഗോഡ് എന്നൊക്കെയാണ് കാണിക്കുന്നത് എന്നാണ് പറയുന്നത്. അല്ല രമണി, നീയല്ലേ പറഞ്ഞത് എനിക്ക് ഇൻസ്റ്റഗ്രാം ഇല്ല എന്ന്? ഓ, വായുവിലെ ഇൻസ്റ്റഗ്രാമിൽ ചെക്ക് ചെയ്തതാടാ പൊന്നാ.
ഐഷ നേഹ പഠിച്ച സ്കൂളിലല്ല നീ പഠിച്ചത് എങ്കിൽ നീ ഏതെങ്കിലും ഒരു സ്കൂളിൻ്റെ വരാന്ത കണ്ടത് പോലും നിന്റെ പ്രവൃത്തി കാണുമ്പോൾ തോന്നുന്നില്ല രമണി. നീ എവിടുന്നാണ് ഇരക്കാൻ പഠിച്ചത്? ഏത് സ്കൂളിൽ നിന്നായാലും നീ നന്നായിട്ട് ഇരക്കാൻ പഠിച്ചിട്ടുണ്ട് തളേ. ഐഷ നേഹ എന്ന ഞാൻ വീഡിയോയുടെ മുമ്പിൽ വന്ന് വീഡിയോ ചെയ്യണമെന്നാണ് കല്യാണ രമണിയുടെ ഡിമാൻഡ്. മനസ്സില്ല തള്ളേ, നീ പോയി കേസ് കൊടു. നീ ആദ്യം കൊട്ടേഷൻ കൊടുത്ത ഒരുത്തൻ ഉണ്ടല്ലോ, നിന്റെ സുഹൃത്ത്. എന്നെയും ബീൻ ഫാമിലിയെയും നിരന്തരമായി വിളിപ്പിക്കാൻ വേണ്ടി ഫോൺ നമ്പർ എടുത്ത് മറ്റുള്ളവരുടെയും അവരുടെയും ഇവരുടെയും കയ്യിൽ കൊടുത്ത് ഞങ്ങളെ വിളിപ്പിക്കാൻ വേണ്ടി ഒരു മുഖമോ ഒരു ഐഡൻറ്റിറ്റിയോ ഒന്നുമില്ലാതെ നിന്ന് മെഴുകുന്നുണ്ട്. അവൻ്റെ അടുത്ത് ആദ്യം ഐഡൻറ്റിറ്റി പുറത്തിടാൻ പറയേ, എന്നിട്ട് നീ എൻ്റെ പിന്നാലെ വാ, എൻ്റെ ഐഡൻറ്റിറ്റി തിരക്കി വാ തളേ. പിന്നെ രമണി പറയുന്നത്, നിന്നെ വീട്ടിൽ പഠിപ്പിച്ചതാണോ ഈ പുട്ടിയിട്ടുകൊണ്ട് വീഡിയോയിൽ വന്നിരുന്ന് കണ്ട പെമ്പിള്ളേരെ വിമർശിക്കാൻ? അത് ഏതാണ് ഈ പെമ്പിള്ളാര്? ഇജാണോ ഈ പെമ്പിള്ളാര്? ഓ, കല്യാണപ്രായം കഴിയാത്ത കൊച്ചു പെൺകുട്ടിയല്ലേ? അപ്പോൾ നിനക്ക് എന്നെ കിളവി എന്നും വയസ്സായവൾ എന്നും എന്നൊക്കെ വിളിക്കാം. വിളിച്ചോളൂ പൊന്നാ. കാരണം നിന്നെ എല്ലാവരും സമ്മതിച്ച് തന്ന് ഒരു കൊച്ചു പെൺകുട്ടി ആണെന്ന്. നീ ഒന്നും അറിയാത്ത കൊച്ചു പെൺകുട്ടി. ഇനി എനിക്ക് സംസാരിക്കാനുള്ളത് എൻ്റെ ഈ നാട്ടുകാരോടാണ്. ഇനി എനിക്ക് പറയാനുള്ളത് ഇവരോടല്ല. ഇവരോട് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. ഒരു തരം മായാലോകത്താണ് ഈ സ്ത്രീ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് എനിക്ക് പൊതുജനങ്ങളോടാണ് പറയാനുള്ളത്. ബീനിത്തയും ഞാനും വാ തോരാതെ പറഞ്ഞ ഒരു കാര്യം എന്തായിരുന്നു? ഇവർ കല്യാണ രമണി ഒരു പാവപ്പെട്ട ഉമ്മ അല്ല. ഇവർ ഒരു മാഫിയ പോലെ വളർന്ന് പന്തലിച്ച് ഒരു കളവ് നടത്തുന്ന സ്ത്രീയാണ്. ഇവരുടെ യാചനകൾ പോലും മക്കളെ കാണിച്ചുകൊണ്ട് മക്കളെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി സാധാരണ ജനങ്ങളോട് യാചിക്കുന്ന ഈ സ്ത്രീ നടത്തുന്നത് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഭിക്ഷാടനം ആയിരുന്നു എന്ന് തന്നെയല്ലേ ഇവർ ഇപ്പോൾ ചെയ്യുന്ന? 2 ആഴ്ചകളായി ഇവരുടെ ഓരോ വീഡിയോയും ചെക്ക് ചെയ്യൂ. ബീൻ ഇത്തയും ഞാനും പറഞ്ഞതുപോലെ കല്യാണ രമണി പാവപ്പെട്ട ഉമ്മയാണോ? ഇവരുടെ വീഡിയോയിൽ താഴെ ചെന്ന് വിമർശിച്ച് കമൻ്റ് ചെയ്യുന്ന ആളുകളെ ഭീഷണിപ്പെടുത്തുന്നു. 2 ആഴ്ചയിലത്തെ വീഡിയോ എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാക്കാം. ഭീഷണി ഇല്ലാത്ത ഒരു വീഡിയോ കാണിച്ചു തരാൻ പറ്റുമോ? ആരെയും കുറ്റപ്പെടുത്തുന്നില്ല, ആരെയും ഒന്നും പറയുന്നില്ല എന്ന് പറയുന്ന ഈ സ്ത്രീയുടെ വാക്കുകളിൽ എന്തുമാത്രം ശാപവചനങ്ങളാണ് വരുന്നത് നിങ്ങൾ നോക്കൂ. ഇവർ ഈ പറയുന്നത് പോലെ അൽഹംദുലില്ലാ എന്ന വാക്ക് പറഞ്ഞുകൊണ്ട് ഭിക്ഷ യാചിച്ച സ്ത്രീയാണ്. അവർ അങ്ങനെ യാചിക്കുമ്പോൾ പോലും അത് കളവാണ് എന്ന് അറിഞ്ഞവരാണ് ഞങ്ങളും ഇവരുടെ വീഡിയോക്ക് താഴെ വിമർശിച്ച് കമൻ്റ് ഇടുന്ന ആളുകളും. ആ അൽഹംദുലില്ലാ വായ് തോരാതെ പറയുന്ന സ്ത്രീയാണ് എൻ്റെ മാതാപിതാക്കളെ അതിരൂക്ഷമായി വിമർശിക്കുകയും ശപിക്കുകയും ചെയ്തിട്ടുള്ളത്. ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? ഈ പാവപ്പെട്ട ഉമ്മയെ വിമർശിച്ചു എന്നതിൻ്റെ പേരിൽ അല്ലേ? അല്ലാതെ പാവപ്പെട്ട ഉമ്മയ്ക്ക് കിട്ടിയ ഭിക്ഷ യാചിച്ച് കിട്ടിയ തുക തത്തിയെടുത്തു എന്ന് പറഞ്ഞിട്ടല്ലല്ലോ എന്നെ ശപിക്കുന്നത്. ഇത് തന്നെയല്ലേ ഞങ്ങളും പറഞ്ഞത്, ഇവർ മുഖം മൂടി അണിഞ്ഞ ചെന്നായ ആണ് എന്ന്. ആ ഒരു വീഡിയോ നിങ്ങൾ നോക്കിയാൽ അറിയാം അവളുടെ ഒരു പുച്ഛരസം. എന്തിനാണ് ആ പുച്ഛരസം? എനിക്ക്, അതായത് ഐഷ നേഹ എന്ന ചാനലിന് വെറും 130 സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലയോ കല്യാണ രമണി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ ഒറ്റയടിക്ക് 1000 സബ്സ്ക്രൈബേഴ്സിനെയും 55,000 വ്യൂവേഴ്സിനെയും സൃഷ്ടിച്ച ആളാണോ താങ്കൾ? താങ്കളുടെ ഭൂതകാലം മറന്നുപോയെങ്കിൽ ഞാൻ ഓർമ്മിപ്പിക്കാം. നിങ്ങൾ ഷാജി എന്ന് പറയുന്ന എയറിൽ കയറുന്ന സമയത്ത് 28,000 സബിനെയും കൊണ്ട് നായ് നരക്കം നിരങ്ങിയപ്പോൾ തെണ്ടിയിട്ടും പൈസ കിട്ടാതെ ഇരുന്ന സമയത്താണ്
ഒരു ചെന്നാഴയുടെ ബുദ്ധിയോടുകൂടി അലഞ്ഞു നടക്കുന്ന സമയത്ത് ഒരു പാവ സ്ത്രീയായ ഷാജിദ ഷാജി എയറിൽ കയറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് 1 ലക്ഷത്തോളം സബ്ബുള്ള ഷാജിദ ഷാജി എന്ന പാവ സ്ത്രീയെ അവർ ഒരു ചെറുപ്പക്കാരനെ സ്നേഹിച്ചു പോയി എന്ന ഒറ്റ കാരണം കൊണ്ട് അത് പറഞ്ഞ് വിളിക്കാൻ എന്ന വണ്ണം നിങ്ങൾ ആ സ്ത്രീയെ അങ്ങോട്ട് വിളിക്കുകയും ഈ ഞങ്ങളെയൊക്കെ ഭീഷണിപ്പെടുത്തുന്ന അതേ സ്വരത്തിൽ നീ അവരോട് സംസാരിക്കുകയും ആ സമയം അവർ പറഞ്ഞത് എന്നോട് സംസാരിക്കാൻ നിൽക്കണ്ട, നീ എന്നെക്കുറിച്ച് വീഡിയോ ചെയ്താൽ ആ വീഡിയോക്ക് ഞാൻ സ്ട്രൈക്ക് കൊടുക്കും എന്ന്. ആ സ്ത്രീ നീ എന്താണ് ചെയ്തത്? കല്യാണരമണി നിനക്ക് സബ് കൂടാൻ വേണ്ടിയിട്ട് ഇന്ന് നിങ്ങൾ അഹങ്കാരത്തോട് കൊണ്ടു നടക്കുന്ന ഈ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറയുന്നത് ഒരു പാവ സ്ത്രീയുടെ പച്ചയിറച്ചി തിന്ന് വരിച്ചതിൻ്റെ തെന്നിയല്ലേ സ്ത്രീയെ? നിങ്ങളാണ് നാണം കെടേണ്ടത്. നിങ്ങളെന്ന വൃത്തികെട്ട സ്ത്രീയെ ലോകത്തിന് കാണിച്ചു കൊടുത്തതിന് ഞങ്ങളല്ല നാണം കെടേണ്ടത്. ഷാജിദ ഷാജിയുടെ വിഷയത്തിൽ ഇതാണ് നടന്നത്. അതിനാണ് ഇവൾ കരഞ്ഞു വിളിച്ച് എൻ്റെ ചാനൽ പോകും എന്ന് പറഞ്ഞ് നിലവിളിച്ച് അതേ ഇവൾ തന്നെയാണ് ബീനിത്ത ഇവളെ വിമർശിച്ചു എന്ന കാരണത്താൽ ഒരു മുഖമില്ലാത്ത ഒരു ചാനൽ ഉടമക്ക് ഒരു നരാധമനായ വൃത്തികെട്ട പെണ്ണുങ്ങളെ മാത്രം തിരഞ്ഞു പിടിച്ച് ഭീഷണിപ്പെടുത്തുന്ന ഒരു വൃത്തികെട്ടവനെ കൊട്ടേഷൻ കൊടുത്തുകൊണ്ട് ബീൻ ഇത്തയുമായിട്ടോ ഞാനുമായിട്ടോ പേഴ്സണലായി ഒരു ബ്രിഡ്ജും ഇല്ലാത്ത ആ ഒരു വൃത്തികെട്ടവൻ ഇവർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങളെ പിന്നാലെ വന്ന് ഇത്തരത്തിൽ ടോർച്ചർ ചെയ്യുന്നത്. ഇതിന് നീ കൊടുത്ത കൂലി എന്ന് പറയുന്നത് പാവപ്പെട്ട 5 മക്കളുള്ള കുട്ടികൾക്ക് കിട്ടിയ ചാരിറ്റി തുകയാണോ അതോ നാട്ടുകാരെ പറ്റിച്ച് ഉണ്ടാക്കിയ പൈസയാണോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. എൻ്റെ രക്ഷിതാക്കളെ ഇത്രയും രൂക്ഷമായി വിമർശിച്ച നിന്നോട് ഞാനൊന്ന് പറയട്ടെ. എൻ്റെ വാപ്പയും ഉമ്മയും എന്നെ പഠിപ്പിച്ചത് തെറ്റ് കാണുമ്പോൾ കണ്ണടച്ച് തിരിച്ചു പോവാൻ അല്ല, തെറ്റ് കാണുമ്പോൾ അത് ആർജവത്തോടെ വിളിച്ച് പറയണം എന്നാണ്. എൻ്റെ രക്ഷിതാക്കളെ വിമർശിക്കാനുള്ള യോഗ്യത നിനക്കുണ്ടോ തള്ളേ? നിൻ്റെ ഉമ്മയെയും ബാപ്പയെയും നിന്നെ എന്താണ് ചെയ്തത്? സോഷ്യൽ മീഡിയയിൽ വന്ന് എരക്കാൻ പഠിപ്പിച്ചു നിൻ്റെ ഉമ്മയും ബാപ്പയും. ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം കിട്ടിയിട്ടും അതിൻ്റെ അകത്ത് നിന്ന് 45,000 രൂപ സാലറി കിട്ടിയിട്ടും നീ വന്ന് വീണ്ടും ആൾക്കാരെ പറ്റിക്കുകയാണ് ചെയ്തത്. അത്രയുണ്ട് നിന്നെ വളർത്തിയ ഗുണം. ഇനി നമുക്കൊരു ചെറിയൊരു വീഡിയോ ക്ലിപ്പ് കണ്ടിട്ട് വരാം. കൂടെ നീ ഓപ്പൺ ആക്കിയിട്ടുണ്ടല്ലോ ഇല്ലേ? കുക്കറി ഷോയ്ക്ക് ഫ്രണ്ടിൽ നിൽക്കുന്നിടത്ത് ഇങ്ങനെ മുഖമൊക്കെ വെച്ച് നിൽക്കുന്ന പാണ്ടിലോറി ഏറിയ തവളയുടെ അവസ്ഥയിൽ. അതെ, എൻ്റെ മുഖം പാണ്ടിലോറി കയറിയ തവളയെ പോലെയാണ്. അതിനിപ്പോൾ എന്താ? അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ലോകത്ത് ജീവിക്കാൻ പാടില്ലേ? എന്താ കല്യാണരമണി, അങ്ങനെ നിയമം വല്ലതുമുണ്ടോ മാഡം? അതെനിക്ക് അറിയില്ലായിരുന്നു മാഡം. കണ്ണ് കാഴ്ചയില്ലാത്തവർ, വിരൂപകർ, അവർക്കൊക്കെ ഈ ലോകത്ത് ജീവിക്കാനുള്ള അവകാശവും അധികാരവും ഉണ്ട്. പിന്നെ നീ പറയുന്നു ഞാൻ പുട്ടിയിട്ടിട്ടാണ് നടക്കുന്നത് എന്ന്. എന്നാൽ നീ തെളിയിക്ക്. നിന്റെ മുന്നിൽ ഞാൻ പുട്ടിയിട്ടിട്ട് വന്നിട്ടുണ്ടോ തള്ളേ? പിന്നെ നീ എന്നേക്കാൾ സൗന്ദര്യമുണ്ട് എന്ന്. നിനക്ക് സൗന്ദര്യമുണ്ട്, പക്ഷെ നിന്റെ മനസ്സിനാണ് സൗന്ദര്യമില്ലാത്തത്. എനിക്ക് ഇത്രയേ നിന്നെക്കുറിച്ച് പറയാനുള്ളൂ. നിന്റെ ഈ മുഖം മൂടിയാണ് വലിച്ചു കീറി നാട്ടുകാർക്ക് ഇട്ടുകൊടുക്കാൻ ആഗ്രഹിച്ചിരുന്നത്. എന്തായാലും നീയായിട്ട് തന്നെ അത് തുറന്ന് കാണിച്ച സ്ഥിതിക്ക് ബെസ്റ്റ് ഓഫ് ലക്ക്. മറ്റുള്ളവരുടെ വിരൂപത എടുത്തു വെച്ച് ആക്ഷേപിക്കാം. നീ ഏത് ആലിം കോളേജിലാണോടി പഠിച്ചത് എന്നതും കൂടി വ്യക്തമാക്ക്. അപ്പോൾ നീ പറയുന്ന വിശ്വാസത്തിനോ നീ പറയുന്ന അൽഹംദുലില്ലാ എന്നതിനോ എത്രയൊക്കെ അർത്ഥം കൊടുക്കുന്നുണ്ട് നീ? നിനക്ക് മാന്യമായി എന്നെ വിമർശിക്കാം. നിന്നെ ഞാനാണ് വിമർശിച്ചത്. അതിന് നീ എൻ്റെ മാതാപിതാക്കളെ എന്തിന് വിമർശിച്ചു? നിൻ്റെ കുട്ടികളെയോ നിൻ്റെ മാതാപിതാക്കളെയോ ഞാൻ എന്തെങ്കിലും വിമർശിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. നീ ചെയ്ത തെറ്റാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അതിന് പകരം നീ എന്താണ് ചെയ്തത്? ആരെയും വിമർശിക്കുന്നില്ല എന്ന നിന്റെ കളവ് കയ്യിൽ വെച്ചാൽ മതി കേട്ടോ. പിന്നെ നീ തന്നെയാണ് ചുണ്ടലി തള്ളേ. നീ കണ്ണാടിയുടെ മുമ്പിൽ പോയി നോക്ക്, ആരാണ് ചുണ്ടലി എന്ന് നിനക്ക് ബോധ്യമാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബായ്.